ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നിന്നൊരു 25 മിനിറ്റ്സ് ദൂരെയുള്ളൊരു സ്ഥലമാണ്. ഷേളി എന്ന് പറയും കേട്ടോ. അവിടെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ന് സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രതീകമാണ് എടുക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതെനിക്കൊന്ന് ചെറി ബ്ലോസത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. കറക്റ്റ് പേരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ടീന റാണിയൊക്കെ വരണം. നീലാകാശം, നല്ല മരങ്ങളും അതിൻ്റെ കൂടെ വെള്ളപ്പൂക്കളും. ഇതൊരു 3 മരം അടുപ്പിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കും അല്ലേ? ഇതാണ് പൂക്കൾ. നല്ല വെളിച്ചമുണ്ടെന്നേ. നമ്മുടെ നാട്ടിലൊക്കെ പാരിജാതമൊക്കെ ഇല്ലേ, അതുപോലത്തെ കുനുകുനാന്നുള്ള പൂവ്, വലിയ മരങ്ങൾ. എനിക്ക് തോന്നാം നീല ആകാശം കൂടി വരുമ്പോഴാണ് അത്രയ്ക്ക് ഭംഗിയേ. ഇത് ഏതൊരു കോമ്പൗണ്ടാണ്, പക്ഷെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്കാണ് ഇത് മൊത്തം വന്നിരിക്കുന്നത്. അടുത്തതും അതുപോലെ തന്നെ. ഇതിനൊക്കെ എന്താ നമ്മൾ വിളിക്കുന്നത് അല്ലേ? സൗന്ദര്യ ദേവതകൾ ഇങ്ങനെ ആറാടി നിൽക്കുന്നു, ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി മറ്റുള്ളവർ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഇവർക്കും എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ആരും ഒന്നും പറയാണ്ട് പോകുമ്പോൾ ഇവർ വിചാരിക്കും, ആരും ഒന്നും പറയാനില്ല എന്നെ പറ്റിയിട്ടെന്നല്ലേ. നമ്മളും അങ്ങനെയല്ലേ, നമ്മളൊരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് ആരെങ്കിലും പറയാനും നല്ലതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഇവർക്കും. നമ്മൾ പറയുന്നതൊക്കെ ഇവർ കേൾക്കണ്ടാവും മിക്കവാറും. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 1-2 മരങ്ങൾ കണ്ടു. അങ്ങനെ ഇന്നത്തെ പ്രതീകം സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആവട്ടെ. വെള്ള നിറം അങ്ങനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഡ്രൈവ് ചെയ്ത് പോയപ്പോഴേ ഒരു നല്ലൊരു സീനറി. ഇത് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കുവാണ് കേട്ടോ. ഇത് നല്ല ചുമന്ന നിറത്തിലുള്ള, ഇതിൻ്റെ പേര് ടീനയ്ക്ക് അറിയായിരിക്കും. ടീനേൻ്റെ പേരൊന്ന് ഇടണേ മോളെ കമൻറ്റിൽ. നോക്കിയേ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരെണ്ണം കാണുമ്പോൾ എങ്ങനെ നമ്മൾ എടുക്കാതിരിക്കും അല്ലേ? റോഡ് സൈഡിലാണ് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടാണ് എടുക്കുന്നത്. അയ്യോ സൂപ്പറല്ലേ, ഇഷ്ടമായില്ലേ? വണ്ടി ഇതേ സൈഡിൽ ഒതുക്കിയിട്ടിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഞാനിന്ന് നടക്കാൻ ഇറങ്ങിയിരിക്കുവാണേ. ഞാൻ ഷൈബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടാണ് ഷൈബി ആൻഡ് സാബു. വീട്ടിൽ ഷൈബി ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ നടക്കുന്ന സ്ഥലം നാടാണോ എന്ന്. അല്ല കേട്ടോ, ഇവിടെ ഏതോ ഒരു മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. ഇത് നോക്കിയേ, നാട്ടിലെ സ്ഥലമല്ല, നമ്മുടെ തന്നെ ഇവിടുത്തെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഈ മരത്തിൻ്റെയൊക്കെ ഭംഗി നോക്കിയേ. എനിക്കൊന്ന് ഈ ഇടവഴികളൊക്കെ ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബ്യൂട്ടി നിലനിർത്താനായിരിക്കാം ചിലപ്പം. എന്തായാലും ഇഷ്ടം പോലെ ഇടവഴികളുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ സുന്ദരിപ്പൂ എന്നെ വിളിക്കുവാണേ, ലിസ് ചേച്ചി എന്നെ കൂടി ഒന്ന് കാണിക്കാമോ എൻ്റെ കൂട്ടുകാരെന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞിട്ട് ഇതേ ചെറിയ പൂക്കളാണേ, വെള്ളപ്പൂക്കൾ. എന്നെ മാടി വിളിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഈ പൂക്കളെ എന്നെ എന്താ പറയണേ, നല്ലൊരു മലയാളം വാക്കല്ലേ, ഖടാതെ ആകർഷിച്ചു എന്ന് ഞാൻ ഇന്നലെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് കേട്ടോ. അപ്പം എന്നെ വല്ലാതെ ആകർഷിച്ചു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, ഖടാതെ ആകർഷിച്ചു എന്ന്. അപ്പോൾ ഇതേ എൻ്റെ കൂട്ടുകാരൊക്കെ മെസ്സേജ് ഇടും കേട്ടോ, നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടെന്ന് പറയും, നല്ല സുന്ദരിക്കുട്ടിയാണെന്ന് പറയും, നല്ല നിറവാണെന്ന് പറയും. ഓക്കെ, സന്തോഷമായോ? അപ്പോൾ യാത്ര തുടരുന്നു. ഈ ഇടവഴിയിലൂടെ ഒരു റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഷൈബിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ ഷൈബി കാണുമെന്ന് കരുതുന്നു. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും പൂക്കളോ കായ്കളോ മരങ്ങളോ എന്തെങ്കിലും എന്നെ ഖടാതെ ആകർഷിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഹലോ, അങ്ങനെ ഞങ്ങൾ ഷൈബിയുടെ വീട്ടിലെത്തി. ഹായ് ഷൈബി. ഹലോ ചേച്ചി. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ എടുക്കട്ടെ? ഇവിടെ പ്രത്യേകതയുള്ള പൂവാണിത്. പിന്നെയും മാഗ്നോലിയ അല്ലേ, മാഗ്നോലിയയുടെ കളേഴ്സ്. ഇത് വൈറ്റാണിത് വേണ്ട, ഇത് മുഴുവനും വിടർന്നിട്ടില്ല. ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട്. ടീനയുടെ വീട്ടിൽ ഇതിൻ്റെ മറ്റേ ആ പിങ്ക് കളറുണ്ട് ഷൈബി, ഇത് പ്യുവർ വൈറ്റാണേ. ഇതിൻ്റെ ആകാശവും ആകാശത്തിൻ്റെ കളറും ഇതിൻ്റെ വെള്ളയുടെ ആ ഒരു നിറവും പിന്നെ അതിൻ്റെ ഒരു രൂപവും ഭംഗിയും എല്ലാം കൂടി ആവും ഇപ്പം അടിപൊളി.
ഇനി ഇതിൻ്റെ മുട്ടുകൾ അടുത്ത ആഴ്ചത്തേക്ക് ഒരുപാട് വിരിയാനുണ്ട്. കണ്ടോ? ഇപ്പോൾ ഒന്നുകൂടി പിടിക്കാം. ഇതിൻ്റെ ഒരു കവചമാണ് ഇത്. കണ്ടോ? ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞത് ഉണ്ടാവുന്നത്. എന്നിട്ടിത് പൊട്ടുമ്പോഴത്തേക്കും ആ കവചമൊക്കെ താഴെ പോകും അല്ലേ? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കവചമാണ്. ഓക്കെ, ഒരു ചെറിയ മണം ഉണ്ടല്ലോ ഷൈബി ഇതിന്. ഒരു നറുമണം. ഞാൻ മണം ഇത്ര ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ. ചെമ്പകത്തിൻ്റെ മണം. അപ്പോൾ ഒരു വെള്ള കളർ കാണിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ മാറി എൻ്റെ കൂട്ടുകാർക്ക്. അപ്പോൾ ഈ ചെടി എന്നോട് ചോദിക്കുവാണേ, ആൻറ്റി എന്നെ കണ്ടിട്ട് ആൻറ്റിയുടെ കൂട്ടുകാർ എന്ത് പറഞ്ഞു എന്ന്. അപ്പോൾ നിങ്ങളിതിന് കമൻ്റൊക്കെ ഇടണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. എന്നാലല്ലേ ഈ മാഗ്നോലിയയ്ക്ക് ഒരു സന്തോഷമാവുള്ളൂ, ഈ സുന്ദരി കുട്ടിക്ക്. ഇതിൻ്റെ സൗന്ദര്യം എല്ലാം ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്, സൂപ്പർ മണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഇത് ഒപ്പിയെടുക്കാനാണ് ഞാനിന്നിവിടെ വന്നത്. ഷൈബീസ് ഹാപ്പിയായോ? അങ്ങനെ ഷൈബിയുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു പോവാണേ. ഷൈബി ചായയും ബിസ്ക്കറ്റൊക്കെ തന്നായിരുന്നു. ഇതാണ് അവരുടെ പുറത്തേക്കുള്ളൊരു വ്യൂ. നല്ലൊരു മരവും ഈ റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തോന്നുമല്ലേ. അങ്ങനെ അഴുക്കുകളോ അങ്ങനെ കടലാസുകളോ ഒന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ്. എല്ലായിടത്തും മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നു തുടങ്ങി. അതിൻ്റെ ഒരു മനോഹാരിത കാണാനുണ്ട്. ഇത് മെയിൻ റോഡിലേക്ക് പോവാണേ. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതേ അങ്ങേറ്റത്ത് മെയിൻ റോഡാണ്. അപ്പോൾ ഞാൻ തിരിച്ചുള്ള യാത്രയിലാണ് കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിലും പേപ്പറിലും എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു ന്യൂസായിരുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച്, ജസ്ലിയ എന്നാണ് അവളുടെ പേര്. 19 വയസ്സേ ഉള്ളൂ. അവൾ പഠിക്കുന്നതിനിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന സമയത്ത് വേറൊരു വണ്ടി വന്ന് കൊച്ചിനെ ആക്സിഡൻ്റായി. കൊച്ച് തെറിച്ചു പോയി. ആ വീഡിയോ കണ്ടു നിന്നാൽ നമുക്ക് മുഴുവൻ കാണാൻ പറ്റില്ല. പക്ഷേ ഓടിച്ചിരുന്ന ഡ്രൈവറും അവർ നിർത്താതെ പോയെന്നാണ് മാധ്യമങ്ങളിൽ പറയുന്നത്. എന്നാലും കൊച്ച് മരിച്ചുപോയി. കൊച്ചിൻ്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ് പേരൻസ് ചെയ്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ആ വാർത്ത കാണുന്ന ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നമ്മുടെ മോൾക്കുണ്ടായ ഒരു സംഭവം പോലെയാണ് നമുക്കെല്ലാം തോന്നുന്നത്. എത്രയോ മിടുക്കിയാണ് അവൾ. എത്രയോ സ്വപ്നങ്ങളാണ് ആ കൊച്ചിന്. ആ സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോയി. സ്പോർട്സിൽ മിന്നുന്ന താരമായിരുന്നു. അതുപോലെ തന്നെ ആ ടീച്ചേഴ്സും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആ പൊന്നോമനയ്ക്ക് ജീവിക്കാനായിട്ടൊരവസരം ഭൂമിയിൽ കൊടുത്തില്ല. എന്തായാലും ഒരുപാട് സങ്കടത്തോടെ, പ്രത്യേകിച്ച് ഞാൻ പഠിച്ച കോളേജാണ് ഹോം സയൻസ് കോളേജ്. അപ്പം കൊച്ചിൻ്റെ ഈ ആക്സിഡൻ്റൊക്കെ നടന്നു എന്ന് കണ്ടപ്പം, ആ വീഡിയോ ഒക്കെ കണ്ടപ്പം, ആ കോളേജിലേക്ക് വരുന്ന വഴി ഡീപോൾ കോളേജിൻ്റെ ആ ഒരു അവിടെ നിന്നാണ് ടേണിങ് റൈറ്റ് സൈഡിലേക്ക്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് അപകടം ഉണ്ടായത്. വളരെ വിഷമം, ഹൃദയം തകരുന്ന ഒരു കാഴ്ചയായിരുന്നു. ജസ്ലിയ മോളുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും അതോടൊപ്പം കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ്. എന്ത് വന്നാലും സഹിച്ചല്ലേ പറ്റൂ. ആശ്വാസവാക്കുകൾ പോലും ഇല്ല പറയാനായിട്ട്. ദൈവം തന്നെ ധൈര്യം കൊടുക്കട്ടെ. ഇതാരാണോ ചെയ്തത് അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഞാൻ ആ ന്യൂസ് കണ്ടപ്പം ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടാവും. അത്രയ്ക്ക് സങ്കടകരമായൊരു വാർത്തയായിരുന്നു ജസ്ലിയ മോളുടെ. ഒരുപാട് സങ്കടം, ഒരുപാട് സങ്കടം, ഒരുപാട് സങ്കടം. ഞാനിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. പക്ഷെ തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയേ, എന്നെ അവർ വിളിക്കുവാ അങ്ങോട്ടേക്ക്. ലിസി ആൻറ്റി ഇങ്ങോട്ട് വാ, എന്നെ കൂടി ഒന്ന് എടുക്കാൻ പറയുവാ. ഇത് കണ്ടോ,
എൻ്റെ പൊന്നു ടീന, ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ. ഇത് ക്രോക്കസ് അല്ലല്ലോ മോളെ, ഇത് വേറെ എന്തോ പേരാണത്. സ്നോ ഡ്രോപ്സും അല്ല. ടീന പറയും എൻ്റെ പേരെന്താന്നേ. നോക്കിയേ, ഇതിങ്ങനെ ഒരു ഇളം നീലയും വെള്ളയും സ്നോ ഡ്രോപ്സ് തന്നെയാണോ ഇത്? എന്തായാലും ടീന പറയട്ടെ എന്താണെന്ന് കേട്ടോ. ഇതിങ്ങനെ ഒരു വാരം നിറയെ ഉണ്ട്. അയ്യോ എന്ത് രസമല്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളപ്പൂക്കളും. അതിനൊരു സങ്കടം, ചേച്ചി എന്താ എടുക്കാത്തതെന്ന്. വെള്ളത്താമര മുത്തുപോലെ പാട്ടില്ലേ അങ്ങനെ. ഇതങ്ങ് റോഡ് സൈഡിലാണ്. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത അതിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ഞാനിടുന്നത്? ഇതിങ്ങറ്റത്ത് തുടങ്ങി ഈ പൂ ഇങ്ങനെ അങ്ങ് പോയിട്ട് നിറയെ വെള്ളപ്പൂക്കൾ. ഇത് മെയിൻ റോഡത്. ഒരു സൈഡിൽ നിന്നിങ്ങനെ നടക്കാനുള്ള പാതയുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും എടുക്കണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പുറമ്പോക്കാണ്. ഇന്ന് വെള്ളപ്പൂക്കളുടെ ദിവസമാണെന്ന് തോന്നുന്നേ. ഞാൻ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം വെള്ളപ്പൂക്കളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയം അതായിരിക്കട്ടെ. അവിടെ ഒരു വെള്ളപ്പൂ കാണാൻ പറ്റണ്ട. അങ്ങനെ ഇങ്ങോട്ട് പോരുമ്പോൾ ഇത് നോക്കി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇല ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നേ. നമ്മുടെ നാട്ടിലിങ്ങനെ വള്ളിച്ചെടികളില്ലേ, ഇതുപോലെ അതെ തൂങ്ങി കിടക്കുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. എന്ത് രസം തന്നെയൊക്കെ കാണാൻ. നടന്നു പോവാൻ കേട്ടോ. ഞാൻ പോലും കാണുന്നില്ല. അവരെന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ലിസ്യാൻ്റിയെ വിളിക്കും അവരൊക്കെ. പിന്നെയും വെള്ളപ്പൂക്കളുടെ ദിവസമാണ്. നാളെ ഒരു ദിവസം ടീന എന്നോട് പറഞ്ഞു, ചേച്ചി ഈ ഒരു വഴിയിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടെ ഡാഫഡിൽസ് ഒരുപാടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വിചാരിച്ചു അവിടെ ഒന്ന് എടുക്കണമെന്ന്. ഇതൊക്കെ ചെറിയ ഡാഫഡിൽസാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാനിട്ടപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി നാട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് കൊണ്ടുവരണമെന്ന്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പം തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചെറിയ ഡാഫഡിൽസ് അത്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നൊരു ദിവസം എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ ഈ വിൻ്ററിൽ നിന്ന് ഭയങ്കര തണുപ്പിൽ നിന്ന് സ്പ്രിങ്ങിലേക്ക് പോകുമ്പം ഏറ്റവും ആദ്യം നമ്മൾ നോക്കി നിൽക്കുന്നത് ഈ ഡാഫഡിൽസിനെയാണ്. കാരണം ഇത് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു സന്തോഷമായി. ഡാഫഡിൽസ് വന്നു. ഇനി അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയിട്ട് എടുക്കാം കേട്ടോ. റോഡ് ക്രോസ് ചെയ്യണം. റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെ കുറച്ച് കൂടുതൽ ഡാഫഡിൽസ് ഉണ്ട് ഇതിനെ എടുക്കാനായിട്ട്. ശരിക്കും നമ്മൾ സാരി എടുത്ത് നിൽക്കുന്ന പോലെ അല്ലേ ഈ ഒരു സാരിയും ഇതിൻ്റെ ബ്ലൗസും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ പാറ്റേണിൽ. നമുക്കിനി ഇത്തിരി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ചേച്ചി എടുക്കുന്നത് തന്നെയാണ് ഇടുന്നത് കേട്ടോ. എഡിറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ വലിയ പ്രൊഫഷണലൊന്നും അല്ലല്ലോ. പിന്നെ ടീന കൂടെ ഉണ്ടെങ്കിൽ ടീന കുറച്ചും കൂടി എനിക്ക് നല്ല ഭംഗിയാക്കി തരും. അതാ സെയിം തന്നെയാണത്. സെയിം ഡാഫഡിൽസ് തന്നെയാണ്. ചെറിയ ചെടിയാണ് അതിൻ്റെ. ചിലതിന് പക്ഷെ നല്ല നീളം ഉണ്ടാവുക. ഇതിന് പക്ഷെ നീളം കുറവാണ്. കണ്ടോ, ഇതിങ്ങനെ അങ്ങ് പോവേ. ഇതിങ്ങനെ അങ്ങ് പോകും. മൊത്തം ഡാഫഡിൽസാണ്. ഇതിന് തൊട്ടടുത്തൊരു പബ്ബുണ്ട്. നമുക്ക് അവിടേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് പേരുണ്ട്. നമുക്ക് എടുക്കാൻ അലൗഡല്ല. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തു നിന്ന് ഭക്ഷണവും ഡ്രിങ്ക്സും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇതും ആ സെയിം ഡാഫഡിൽസ് തന്നെയാണ്. അതിങ്ങനെ ഒരു ഷേപ്പിൽ അവർ വെച്ചിരിക്കുവാണ്. അത് ഉണ്ടോ, ഷേപ്പിൽ അവർ വെച്ചേക്കണുണ്ടോ. കണ്ടിട്ട് കൊതിയാവണം. ഞാൻ എൻ്റെ വീട്ടിലൊരു ചട്ടിയിൽ നിറയെ ഡാഫഡിൽസ് നട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അങ്ങോട്ട് ആയിട്ടില്ല.
ആയി കഴിയുമ്പം അവിടെ ചേർന്നെടുക്കാം കേട്ടോ. അടുത്തൊരു സെക്ഷൻ കൂടി ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സെക്ഷനിലും സെയിം ഡാഫഡിൽസ് ഉണ്ടോ. ഇതിങ്ങനെ അങ്ങ് നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. അതാണ് അതിൻ്റെ വ്യൂ ശരിക്കും. ഒന്ന് അടുത്തേക്ക് പോകാം കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്. എങ്ങനെയായിരിക്കുമല്ലോ ഇതുമ്മേക്കടെയൊക്കെ കയറി നടന്ന് ചവിട്ടി മെതിച്ചിട്ടും എങ്ങനെയായിരിക്കുമല്ലോ ഇത് പൊങ്ങി വരുന്നത്. ഒരു അതിശയം അല്ലേ. നമ്മുടെ നാട്ടിലും അങ്ങനത്തെ എന്തെങ്കിലും ചെടികൾ കാണുമായിരിക്കും അല്ലേ. ഡാലിയൊക്കെ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ പിറ്റേ വർഷം പൊങ്ങി വരുന്നതാണത്. അങ്ങേറ്റം വരെയുണ്ട്. മഞ്ഞപ്പൂക്കളെ പറ്റിയിട്ട് നിങ്ങളൊക്കെ പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിടണേ. ഒരു വർഷം ആവുന്നു നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. അങ്ങനെ വീട്ടിലെത്താറായിട്ടോ. അപ്പം ഇതെല്ലാ വർഷവും ഞാൻ കാണിക്കുന്ന കമേലിയാണേ. ഇതിനകത്ത് പകുതിയായിട്ടുള്ളൂ. നോക്കിയേ, ഇത് ഇത്രയും വിടർന്നു. അപ്പോൾ ഈ പൂക്കളെല്ലാം ഞാനിന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയ ചങ്ക് സുനിതയ്ക്ക് വേണ്ടിയിട്ടാണ്. സിത്താര സുനിത എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. സിത്താര എന്ന് പറഞ്ഞാൽ വലിയൊരു തുണിക്കടയാണ്. അത് തോപ്പമ്പടിയിലാണ്. അത് നമ്മുടെ സുനിത കുട്ടിയുടെയാണ്. അപ്പോൾ സുനിതയുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഈ പൂക്കളെല്ലാം കൂടി ഇതിൻ്റെ സോഫയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് സുനിത മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു മോളെ. ഗോഡ് ബ്ലെസ് യു.